ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബീറ്റ്റൂട്ട് ഫേസ് മാസ്കിനെ കുറിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ബീറ്റ്റൂട്ട് ഫേസ് മാസ്ക് ആക്ച്വലി ശരിക്കും ഫേസ് മാസ്ക് അതല്ലെങ്കിൽ ഫേസ് പാക്ക് ശരിക്കും റിസൾട്ട് ഉള്ളതാണോ, നമുക്കൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു പാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ബീറ്റ്റൂട്ടിൽ. സോ അപ്പോൾ നമുക്കറിയാം ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഒരു ചുവന്നിരിക്കുക അല്ലെങ്കിൽ ചുവന്ന് തൊടുത്തിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ശരിക്കും അത് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ട്. നമ്മളത് എപ്പോഴും ചെയ്യണം. നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് മാത്രം എൻ്റെ സ്കിൻ അയ്യോ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല എന്ന് ചിന്തിക്കരുത്. നമ്മളത് റെഗുലറായിട്ട് ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നാച്ചുറലായിട്ടുള്ള ഒരു പിങ്കിഷ് ടോൺ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കറിയാം ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒത്തിരി പാക്കുകളും ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്ത് നോക്കുന്നതിൽ ഒരിക്കലും അത് ഭയങ്കര തെറ്റൊന്നും അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല നമുക്കത് എന്താ പറയുക, നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് കുഞ്ഞു പിള്ളേർക്ക് ചെയ്യണമെന്നല്ല, സ്കിൻ മെച്ചൂർഡ് ആയിട്ടുള്ള ആർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് ബീറ്റ്റൂട്ട് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നാച്ചുറലായിട്ട് ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ടാൻ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ റിങ്കിൾസ് കുറയ്ക്കാനും, കാരണം ബീറ്റ്റൂട്ടിനകത്ത് നമുക്ക് കൊളോജൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ നമ്മളുടെ സ്കിൻ എപ്പോഴും നല്ല ഒരു നാച്ചുറൽ ഗ്ലോയും നാച്ചുറലായിട്ടുള്ള ഒരു പിങ്കിഷ് ടോണും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്ക്, അതും നമുക്ക് ബീറ്റ്റൂട്ടിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആക്ച്വലി ഇന്ന് ബീറ്റ്റൂട്ട് പൗഡറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ. സോ ഇതിപ്പോൾ പറയുവാണെങ്കിൽ പ്യുവർ ഒറിജിനൽ ഹെൽത്ത് ബീറ്റ്റൂട്ട് ഫേസ് പാക്കാണ്. സോ ഇതിനകത്ത് ശരിക്കും എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് പൗഡറാക്കി വേണമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധം പറയില്ല. കാരണം നമുക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെ ബീറ്റ്റൂട്ട് കിട്ടും. സോ നിങ്ങൾ ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി അതല്ല നിങ്ങൾക്കിതുപോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്ന് വെച്ചാൽ സമയമില്ല എന്നുള്ളത് ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും സ്കിൻ കെയറിനും കാര്യങ്ങൾക്കൊന്നും തന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ബീറ്റ്റൂട്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും നമുക്ക് നോക്കാം. സോ അത് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതും നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇതിനകത്ത് പാക്ക് നമുക്കിതുപോലെ മേടിക്കാൻ കിട്ടും. സോ നമുക്കൊരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു സ്പൂണിലാണ് എടുക്കുന്നത്. ആവശ്യത്തിന് നമുക്കിതിനകത്ത് തന്നെ ഉണ്ട്, ഒരു സ്കൂപ്പ് എടുക്കാം. ദെൻ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക. നമുക്ക് ഫേസിന് ആവശ്യമായിട്ട് എപ്പോഴും പാക്ക് നമ്മൾ റെഡിയാക്കുമ്പോൾ ഒരുപാട് വേണമെന്ന് ചിന്തിക്കരുത്. മാത്രമല്ല ഒത്തിരി തിക്കിൽ നമ്മളെപ്പോഴും പാക്ക് യൂസ് ചെയ്യാനും പാടില്ല. ഭയങ്കര തിന്നായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് എന്താ പറയുക, ഒരുപാട് തിക്കിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് റിസൾട്ടാണെന്ന്. അങ്ങനെയല്ല, നമ്മൾ എത്രത്തോളം പാക്കുകൾ യൂസ് ചെയ്യണ സമയത്ത് തിന്നായിട്ട് യൂസ് ചെയ്യണോ അത്രയും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്പൂണിനാണ് എടുത്തേക്കുന്നത്. ദെൻ ഇതിനകത്ത് ഞാൻ കുറച്ച് കേർഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കേർഡാണ് ശരിക്കും നല്ല റിസൾട്ട് ഉള്ളത്, കേർഡാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കേർഡിന് പകരമായിട്ട് നമുക്ക് അലോവേറ യൂസ് ചെയ്യാവുന്നതാണ്. സോ യോഗട്ട് അല്ലെങ്കിൽ കേർഡാണ് ഏറ്റവും ബെറ്റർ. ദെൻ അതല്ല സ്കിൻ ഭയങ്കരമായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കേർഡ് കേട്ടോ. ഏകദേശം മിക്സിങ്ങിന് ഞാൻ ഒരു സ്പൂൺ അതിലിച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ബിക്കോസ് നമുക്കത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളതാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മളത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നമുക്കിത് ആവശ്യം വരുന്നുള്ളത്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യാം. പിന്നെ എന്താ പറയുക, സ്കിൻ ഞാൻ പറഞ്ഞു ഓയിലി ആണെങ്കിൽ നമുക്ക് അലോവേറ കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ബീറ്റ്റൂട്ടും റോസ് വാട്ടറും മാത്രം നമുക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ.
അതുകൊണ്ട് കേടില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും റീസൺ ആണല്ലോ, അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, അങ്ങനെ എല്ലാം കിട്ടണമെന്നൊന്നുമില്ല. ഇതുപോലെ നല്ലപോലെ നമ്മളിത് പൗഡർ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റിയാൽ അതായിരിക്കും നല്ല കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ഞാൻ കേടുണ്ട്, അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ, ദെൻ റോസ് വാട്ടർ. ഞാനിത് ജസ്റ്റ് നമുക്ക് കയ്യിലേക്ക് ആഡ് ചെയ്യാൻ ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിലും ഞാനത് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു നമുക്കൊരു ഫേസിന് ആവശ്യമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരു 10 മിനിറ്റ്സ് എങ്കിലും വെച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് അറിയത്തുള്ളൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ കൂടുതൽ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ബീറ്റ്റൂട്ട് ആൻഡ് ബേസിൻ നമ്മളുടെ കടലമാവുണ്ടല്ലോ, അത് നല്ല റിസൾട്ടായിരിക്കും. സോ അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കടലമാവ് പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും ആഡ് ചെയ്യാം, അതും നല്ല റിസൾട്ടായിരിക്കും. സോ അപ്പോൾ കടലമാവും ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് വരുവാണെങ്കിലും നല്ല റിസൾട്ടായിരിക്കും. സോ കാരണം കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റാക്കി കൊണ്ട് ഒരു നാച്ചുറൽ ഗ്ലോയിലെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കാം. ഓക്കെ, അതും നല്ലൊരു റിസൾട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ആഗ്രഹമാണ് നമ്മുടെ സ്കിന്ന് എപ്പോഴും, അതായത് ഏത് പ്രായത്തിലും നമുക്ക് നല്ല ഗ്ലോ വേണം, നല്ല ഒരു പിങ്കിഷ് ടോൺ വേണം എന്നൊക്കെ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. സോ അപ്പോൾ അതിന് നമ്മളെപ്പോഴും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും ശരി, പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകാറുണ്ട്. ആക്ച്വലി നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ കിച്ചണിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. സോ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ്. എന്തായാലും എനിക്ക് മുഴുവൻ ടൈമും 10 മിനിറ്റും വെയിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിൻ്റെ കൂടെ ഞാൻ ഈ പ്രൊഡക്റ്റ് പറഞ്ഞുതരാം. ഇത് ബീറ്റ്റൂട്ട് പ്യുവർ ഒറിജിൻ ഇറ്റാലിയൻ ബീറ്റ്റൂട്ടാണ്, ബീറ്റ്റൂട്ട് പൗഡറാണ് വരുന്നത് കേട്ടോ, പാക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇതും നിങ്ങൾക്ക് മേടിക്കാം. ഷോപ്പിലെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഇങ്ങനെ പൗഡറായിട്ട് യൂസ് ചെയ്യാം. സോ അതല്ല, ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുമെന്നാണ് പറയുന്നത്. സോ അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ, ഞാൻ എന്ത് പാക്കാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാക്ക് ഇങ്ങനെ പതുക്കെ ഇത് ഒന്ന് ഉണങ്ങി വരണം, എന്നാലേ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ജസ്റ്റ് എന്നാലും നമുക്ക് പറ്റാവുന്ന സമയം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മളുടെ ഈ ഒരു കൂട്ടെല്ലാം കൂടെ. ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത്. ഇത് കേട് മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ചുവന്ന് തുടുത്തിരിക്കും. സോ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് ഫേസിന് നല്ല ഒരു ഗ്ലോയും, അതുപോലെ തന്നെ ഗ്ലോയിൻ്റോടൊപ്പം തന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പിങ്കിഷ് ടോണുമാണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ടായിരിക്കും. സോ നമുക്ക് എപ്പോഴും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റാത്തവർ മാത്രം ഇതുപോലത്തെ പൗഡറൊക്കെ മേടിക്കുക. ഞാൻ വീണ്ടും പറയാണ്, റിസൾട്ട് കൂടുതൽ അതിലേക്കായിരിക്കും. ഇതുപോലെ നമ്മൾ മേടിച്ച് ചെയ്യുന്ന പൗഡറിനേക്കാളും കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കായിരിക്കും. സോ അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഞാനിതെന്തായാലും കുറച്ച് സമയം, ഒരു 2 or 3 മിനിറ്റ്സും കൂടി ഞാൻ മാക്സിമം ഞാൻ നോക്കാം. എന്നതിന് ശേഷം ഞാൻ ഇതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ പൗഡറിൽ ജസ്റ്റ് റോസ് വാട്ടർ മാത്രം മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. സോ അതും ട്രൈ ചെയ്ത് നോക്കുക. ഓയിലി സ്കിന്നുകാർ പ്രത്യേകിച്ച് കേട് യൂസ് ചെയ്യാൻ പാടില്ല. അവർക്ക് റോസ് വാട്ടർ എടുക്കാം, അതുപോലെ തന്നെ അലോവേറ ജെൽ എടുക്കാം. അലോവേറ ജെൽ പ്ലസ് നമുക്കിതുപോലെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്താലും ഭയങ്കര ഒരു നാച്ചുറൽ ഗ്ലോ ആയിരിക്കും.
മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് പല രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പല രീതിയിലും നമുക്ക് ഈ ഒരു പാക്കിനെ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ കാരണം ഒരുപാട് സമയം നിങ്ങൾക്കും ബോറടിക്കൂലേ. അപ്പോൾ ഞാനിത് ശരിക്കും ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിത് വാഷ് ചെയ്യാൻ തോന്നുന്നില്ല, ബിക്കോസ് ഞാൻ കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. എന്നാലും ഞാനൊന്ന് ചെറിയ രീതിയിലൊന്ന് വൈപ്പ് ചെയ്യാം. അത്രമാത്രം റിസൾട്ട് ആവേണ്ട സമയം ആയിട്ടില്ല, ബട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും ടൈം വയ്ക്കുമ്പോൾ നോക്കൂ, ആ ഒരു കുറച്ച് സമയമല്ലേ വെച്ചിട്ടുള്ളൂ, ആ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കുറച്ച് കൂടുതൽ ടൈം വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വ്യത്യാസം നമുക്കറിയും അല്ലേ. കുറച്ച് കൂടുതൽ മീൻസ് ഒരു 10 to 15 മിനിറ്റൊക്കെ വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്നോട് എപ്പോഴും എല്ലാവരും പറയും പാക്ക് ഞാൻ